ഉടനെ എത്തിക്കത്ര ശരിയാവില്ല. മിസ്ട്രസിന് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ? മിസ്ട്രസ് ആയില്ല, ട്രെയിനിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ, അബദ്ധത്തിൽ വഴി തെറ്റി വെച്ച് കാണും, അല്ലാതെ നീ വരില്ല. ഇപ്പൊ വഴിക്ക് വെച്ച് കണ്ടപ്പോ അമ്മാവന് ഇത് തന്നെ ചോദിച്ചു. അല്ല, രാജേട്ടൻ എന്താ അടുക്കളയില്? നാണിയമ്മക്ക് വാദം വരുന്നില്ല. ചീരു അടുക്കള കയറുന്നത് അച്ഛന് ഇഷ്ടമല്ല. ആള് ഗാന്ധി ശിഷ്യനാണെങ്കിലും വീട്ടിൽ അല്പ അയിത്തവും ശുദ്ധമൊക്കെ ഉണ്ട്. ടോപ്പ് സീക്രട്ടാ. എന്തേ മിസ്ട്രസ് ഒരു തിരുവിളയാട്ടം ഈ വഴിക്ക്? ഞാനൊരു ശുപാർശയ്ക്ക് വന്നതാണ്. വഴിക്ക് വെച്ച് അമ്മാവനോട് പറഞ്ഞു. കനത്തിലൊന്ന് മൂളി. വന്നാൽ ഒന്നുകൂടി നടത്തണം നിവേദനം. എഴുത്തച്ഛന്റെ സ്കൂളിൽ ഒരു വേക്കൻസി ഉണ്ട്. രാജേട്ടൻ ജോലിക്കാരിയൊന്നും ആയില്ലേ? ജോലി ഉണ്ടല്ലോ ഇപ്പോ. ഗ്രഹഭരണം, വെച്ചു വിളമ്പൽ. ശുപാർശ ചെയ്യാൻ ആരെങ്കിലും വേണ്ട പെണ്ണേ? അളിയന്മാരില്ലേ? ഓ, അടുക്കളപ്പണിക്ക് വേണമെങ്കിൽ ഇന്ന് ഞാൻ കിടന്നോളാം. ഇന്ന് മാത്രമായിട്ട് വേണ്ട, സ്ഥിരം തസ്തിക തരാലോ. രാജാ, എഴുത്തച്ഛന് തെരഞ്ഞു പോകേണ്ടി വന്നില്ല. ഭൂപണയമെങ്കിലും എന്തോ കാര്യം പറയാൻ എന്നെ നോക്കി വരികയായിരുന്നു. അത് നിന്റെ ഗുരുത്തത്തിനായി. എടോ, അടുക്കളയിലെ സ്ഥിതി എന്താ? ചോറുണ്ട്, പപ്പടം കാച്ചണം, പിന്നെ ഒരു... ഞാൻ അടുക്കള നോക്കാം, ഒരു 5 മിനിറ്റ്. എഴുത്തച്ഛന്റെ സ്കൂളിലേക്ക് നിനക്കെത്ര നടക്കണം? 3 നാഴിക. ഇവിടുന്ന് പോവാച്ചാലോ? അത്രയില്ല. നീ ഇവിടെ താമസിച്ചിട്ട് പോയാൽ എന്താന്നാ ഇപ്പൊ ഞാൻ ആലോചിക്കണം. രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോവാനൊക്കെ സമയം ഉണ്ടാവോ? ഇവൻ എന്തെങ്കിലും ഒരു പണി കിട്ടി പോയാൽ ഇവിടെ ആരാ ഉള്ളത്? അപ്പൊ അമ്മുക്കുട്ടിയുടെ വീട് പൂട്ടിയിടുവോ? നീ പറയണത് കേട്ടാ തോന്നും അവിടെ കൊട്ടാരവും കെട്ടിയിരിപ്പുള്ള സ്ഥലമാണെന്ന്. പറമ്പില്ലക്കാരുടെ. പഴയ ആധാരപ്രകാരം ഇറവെള്ളം വീഴുന്ന സ്ഥലത്തിനെ അവകാശമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞെന്ന് മാത്രം. ശനിയും ഞായറും ഇടയ്ക്കൊന്ന് പോയി നോക്കാം. എന്റെ സൗകര്യം പോലെ മതി. തലയിലെഴുത്ത്. അല്ലെങ്കിൽ 10-45 വയസ്സിൽ എടുത്തിട്ട പോലെ അവളെ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. എന്റെ തലയിലെഴുത്ത് അതാണ്. BA പോയ നേരത്ത് ഞാനും വല്ല TTC എഴുതാൻ നോക്കിയാൽ മതിയായിരുന്നു. വീട്ടുമുറ്റത്ത് 10-300 രൂപ പരമസുഖം. 300 അല്ല, 431 രൂപ 90 പൈസ. 10 പൈസ റവന്യൂ സ്റ്റാമ്പിന്റെ. അപ്പോ ഇനി എനിക്ക് ധൈര്യമായിട്ട് കടം ചോദിക്കാം. അല്ലെങ്കിൽ എന്തൊരു കടം? താമസം ഭക്ഷണ ചെലവ് വകയിൽ 200 രൂപ എന്റെ കയ്യിൽ അച്ഛനറിയാതെ. വേണ്ട, 200 വേണ്ട, 150 മതി. പോട്ടെ, നമ്മുടെ അമ്മുക്കുട്ടിയല്ലേ എന്ന് വിട്ടുവീഴ്ചയെ. ഓൾറെഡി. പിന്നെന്താ? പിന്നെ ഗ്രഹഭരണ അടുക്കളപ്പണി. 5 മണിക്ക് എണീറ്റ് പണി തുടങ്ങിയാല് 9:30 ഇറങ്ങാൻ ഒക്കൂന്ന് ഓർക്കണം. മക 2 തരേണ്ടൻ സംഖ്യ 300 കഴിച്ച് മാസം 1-ാം തീയതി കൃത്യമായി ടീ കക്ഷിക്ക് 150 തരേണ്ടതാകുന്നു. സമ്മതം? ഷൈലോക്ക് തന്നെ. ആരാര്? ഷൈലോക്ക്, നിനക്കറിയില്ല? എന്താ നല്ല വർത്താനം എന്തെങ്കിലും ഉണ്ടോ? നല്ലതാണോ എന്ന് അറിഞ്ഞൂടാ. MBAക്ക് സെലക്ഷൻ കിട്ടി. എന്ത് കാര്യം? ഇത് ഏട്ടത്തിയുടെ സാരോപദേശം. വിഷയം പതിവ് പോലെ ജാതകഫലം. ഗുണപാഠം എന്തെന്ന് വെച്ചാൽ നക്ഷത്രങ്ങളുടെ ദൈവന് കാത്തിരിക്കുക. ഇത് സീതാലക്ഷ്മിയുടെ ഭർത്താവിന്റെ വക. തത്വജ്ഞാനം മറ്റൊരു വകുപ്പിൽ. സ്ഥിരപ്രയത്നത്തിന്റെ മഹത്വം എന്ന് തലക്കെട്ട്. ഇടയ്ക്ക് തോന്നും വണ്ടി കയറി ഒരു പോക്കങ്ങ് പോയാലോ, വല്ല കൽക്കത്തയിലോ ബോംബെയിലോ ചെന്ന് വിട്ടാൽ എന്ത് ജോലിയെടുത്ത് ജീവിക്കാമല്ലോ. അങ്ങനെ ഓടിപ്പോവേണ്ട ഗതികേടൊന്നും ആയിട്ടില്ല. വഴിക്ക് വെച്ച് കാണുന്ന ഗുണകാംക്ഷികളുടെയൊക്കെ ഉപദേശം വേറെ. നമ്മുടെ മറ്റേയാളെ ചെന്ന് കണ്ടാൽ, മറ്റേയാളെ മുഖേന ഇയാളെ ചെന്ന് കണ്ടാൽ സഹിക്ക് തന്നെ. എന്തേ വൈകിയത്? പഞ്ചായത്തിൽ ക്ലർക്കായി മാറ്റം വന്നൊരു സ്ത്രീ കാണാൻ വന്നു. അവർക്ക് ചെറിയൊരു വീട് വേണം വാടകയ്ക്ക്. എന്നിട്ട് കൊടുത്തു. എന്റെ സ്ഥലം 60 രൂപ വാടക, 3 മാസത്തെ വാടക അഡ്വാൻസ്. ഇപ്പോഴേ ഞാൻ പഴയ അമ്മക്കുട്ടിയൊന്നുമല്ല, ജന്മി ശമ്പളക്കാരി. 1-ാം തീയതി ഞാൻ വാടക പിരിക്കാനൊരു ഇറക്കമുണ്ടിന്. തന്നെ. നീ എന്തേ വൈകിയേ? കണ്ണില് മരുന്ന് ഒറ്റിച്ചിട്ടില്ല. ഏട്ടത്തിലെ കത്തുണ്ട് പത്മനാഭന്റെ. പത്മനാഭന് ചെറിയൊരു വീടുണ്ടാക്കണം. അച്ഛനും പിന്നീട് അവിടെ താമസിക്കാം. അച്ഛനെ കാണിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. വായിക്കേണ്ട കാര്യമില്ല.
ഒറ്റയ്ക്ക് ഇവിടെ ഞാൻ കഴിയുന്നതിലും ഭേദം ഇത് വിറ്റ് ആ കാശ് അവനെ ഏൽപ്പിച്ച് അവന്റെ കൂടെ ഞാൻ പരമസുഖമായിട്ട് കഴിയുക. അതല്ലേ കാര്യം? കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ MBA സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. MBA സെലക്ഷൻ കിട്ടിയാച്ചാൽ തന്നെ വലിയ അത്ഭുത. എന്തോ ഭാഗ്യം. എറണാകുളത്ത് 2 കൊല്ലം അല്ലേ? MBA കേമാന്ന് എനിക്കും അറിയാം. പ്രോവിഡം ഫണ്ട് കിട്ടിയത് മുഴുവൻ ചെലവ് ചെയ്ത സീതാലക്ഷ്മിയുടെ കല്യാണം നടത്തിയത്. ഒന്നും വേണ്ട എന്ന് പറഞ്ഞ കൂട്ടർക്ക് അവസാനമായപ്പോ 25 പവൻ കല്യാണ ചെലവിന് വേറെ. ഇപ്പോ 1-2 കൂട്ടർ കടക്കാരനാണ് ഞാൻ. സ്കൂളിൽ പോയില്ലേ? ശനിയാഴ്ചയല്ലേ? എവിടെയൊക്കെ പോയി? തൃശ്ശൂര്, എറണാകുളത്ത്. വിശാലടുത്ത് എന്ത് പറഞ്ഞു? എന്നാ MBAക്ക് ചേരേണ്ട ലാസ്റ്റ് ഡേറ്റ്? ആ കാര്യം ഞാൻ മറന്നു, വിട്ടു. പോട്ടെ, വല്ല ഗുമസ്തപ്പണി കിട്ടിയാലും മതി. അതേ ഇപ്പൊ മോഹമുള്ളൂ. അരിഷ്ടിച്ച് കഴിയാച്ച മാസം ഒരു 350 ഉറുപ്പ്യ ഉണ്ടാവോ ടൗണിലൊക്കെ? എന്നാ നീ വല്ല പണിയും കണ്ടു വെച്ചിട്ടുണ്ടോ? എനിക്കും ഇത് പറയേ, ഒരു 350 ഉറുപ്പ്യ കൊണ്ട് കഴിയാൻ പറ്റുമോ? അരിഷ്ടിച്ച കയ്യിലൊരു പുതിയ കാര്യമൊന്നുമല്ല. എന്നാ പഠിക്കുന്ന നേരത്തെ ആവശ്യത്തിന് പണം കിട്ടിയിട്ടുള്ളത്. 4 ഷർട്ടും പാനും കൊണ്ട് 5 കൊല്ലം ഞാൻ കോളേജിൽ പോയത്. പരാതിയല്ല, അച്ഛൻ അത്ര അയക്കാൻ പറ്റിയിരുന്നുള്ളൂ. പുറമേ നിന്ന് കാണുന്നവർക്ക് എന്താ കുറവ്? വലിയ വീട്, പറമ്പ്. എന്നാലേ ഇനിയും പഠിക്കാൻ ചേരണം. പണം മാസാമാസം എത്തും. ഞാൻ അയക്കും. ഭ്രാന്ത്. നിനക്ക് ചെലവില്ലേ? ഈ ചെറിയ ശമ്പളം വെച്ചുകൊണ്ട് നീ എന്നെ പഠിപ്പിക്കാൻ അയക്കും. ഭ്രാന്ത് പറയാതെ. എനിക്കെന്താ ചെലവ്? ഞാൻ കണക്കൊക്കെ ശരിക്ക് കൂട്ടിട്ട് തന്നെയാണ് പറഞ്ഞത്. ഷൈലോക്ക് അമ്മക്കുട്ടിക്ക് കണക്ക് തെറ്റില്ല. ഞാൻ അമ്മാവനോട് പറയട്ടെ. നിനക്ക് നീ അങ്ങനെ വല്ലതും അവിടെ പോയി പറഞ്ഞ ഇവിടെ അട്ടഹാസങ്ങൾ ഉണ്ടാവും. പിന്നെ വെട്ടി നുറുക്കിക്കളയും. മകളുടെ ഭർത്താവിനോട് പോലും പറയാൻ അഭിമാനം സമ്മതിക്കാത്ത ആളാ. എന്നെ കാണണം. അതിന് വെറ്റ് വേറെ. ധൈര്യമുണ്ടോ? അതിനുള്ള സൂത്രമൊക്കെ എനിക്കറിയാം. കണ്ടോളൂ. രാജാ, എറണാകുളത്ത് പോകാനുള്ള ഏർപ്പാട് എന്താച്ചാ ചെയ്തോ? അമ്മുക്കുട്ടിയുടെ ശമ്പളം ഇവിടെ എന്നോട് സൂക്ഷിക്കാനാ പറയണ. തൽക്കാലം അതെടുക്കാം. അവള് പറഞ്ഞ പോലെ പണം വെറുതെ ഇരുന്നാ ഇരട്ടിക്കില്ലല്ലോ. പക്ഷേ അമ്മുക്കുട്ടിക്കും സ്വന്തം ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ? അവൾക്കെന്താ ചെലവ്? പിന്നെ അവളെന്ന് പറഞ്ഞാൽ അന്യല്ലല്ലോ. അവക്കാരാ ഉള്ളത്? നമ്മളൊക്കെ തന്നെ. അവക്കൊരാവശ്യം വരുന്ന കാലത്ത് ഒക്കെ ചെയ്യേണ്ടത് ഞാൻ തന്നെ. അവളുടെ അമ്മയ്ക്കും യോഗം ഉണ്ടായിരുന്നില്ല. കഷ്ടപ്പെട്ട് 10 അക്ഷരം പഠിപ്പിച്ച് അവളെ കൊണ്ട് അനുഭവം ഉണ്ടാവണ കാലായപ്പോ നിന്റെ അമ്മയ്ക്കും അവളെ കഴിച്ചിട്ടേ ഒരാളുണ്ടായിരുന്നു. എന്റെ പെങ്ങളായതുകൊണ്ട് മാത്രമല്ല, മനസ്സ് അത്ര നല്ലതായിരുന്നു. ആ ഗുണമൊക്കെ ഇവക്കും കിട്ടിയിട്ടുണ്ട്. നന്നായി വരട്ടെ. എന്നോ യാത്ര? നീ എന്നെ വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ് പെടുത്തിയത്. കടപ്പാടുകൾ ആരിൽ നിന്നായാലും കടപ്പാടുകൾ കാൽച്ചങ്ങലകളാണ്. എനിക്കിതൊന്നും ഇഷ്ടമല്ല. നോക്കൂ, ഞാൻ കെട്ടിയിടാൻ വരുന്നില്ല. ത്യാഗം ചെയ്ത് വലുതാക്കിയത് ഈ ഞാനാണെന്ന് അവകാശം പറയാനും വരില്ല. ആവശ്യങ്ങൾ വന്നപ്പോൾ ഒരു നിമിത്തം പോലെ ഞാനുണ്ടായി. അങ്ങനെ കരുതിയാൽ മതി. പണം പലിശ സഹിതം ഞാൻ പിന്നെ അമ്മാന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തോളാം. പിന്നെന്ത് കടപ്പാട് രാജേട്ടന്? നാളെ പോവാ.
പിന്നെ അച്ഛന്റെ 350 പുറമെ ജന്മി വല്ല 2-3 ഒക്കെ തരേണ്ടി വരും. വല്ലപ്പോഴും ഒരു സിനിമ, ഹോട്ടലിൽ നിന്നൊരു ചായ. ഹോട്ടൽ ചായ വേണ്ട, ഹെഡ് ഓഫീസിന്റെ സാങ്ഷൻ ഇല്ല. ഒരു സ്റ്റവ്, ചായപ്പൊടി, പാൽ ടിന്ന്, മണ്ണെണ്ണ ഇതൊക്കെ വാങ്ങാൻ കുറച്ച് മൂലധനം വേറെ തരും. പിന്നെ സിനിമ മാസത്തിലൊന്ന്, 2 ആയിക്കോട്ടെ, അത് സമ്മതം. അതിനൊരു വകുപ്പുണ്ട്. ഇവിടെ വരുമ്പോ കഥ വള്ളിപുള്ളി തെറ്റാതെ കൃത്യമായി പറഞ്ഞുതരണം. ഇനി വല്ല സംശയങ്ങളുണ്ടോ കുട്ടി? നിന്റെ അടുക്കളപ്പണി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. എനിക്കിന്ന് ഉറങ്ങാൻ പാടില്ല, അതറിയില്ലേ? എന്ത് വിശേഷം? ശിവൻ 3-ാം തൃക്കണ്ണ് തുറന്ന് ദഹിപ്പിച്ച ഒരു വിദ്വാനുണ്ട്. പുള്ളിയെ ഒന്ന് ജീവിപ്പിച്ചെടുക്കേണ്ട ബാധ്യതയുണ്ട് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക്. തിരുവാതിര, നാളത്തെ വ്രതം വേറെ. കാമദേവനല്ലേ മൂപ്പര്? കുറച്ചു മുമ്പ് ഇവിടെ എവിടെയൊക്കെയോ കറങ്ങി നടക്കുന്ന അമ്മാവൻ അറിഞ്ഞിട്ടില്ല കേട്ടോ.